ഹലോ. രാജ്യം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാളായ തിലകൻ എന്ന നടനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സ്വാഭാവികമായ ഡയലോഗ് പ്രസന്റേഷനിലൂടെ തന്റേതായ അഭിനയ ശൈലിയിലൂടെ സുരേന്ദ്രനാഥ തിലകൻ എന്നറിയപ്പെടുന്ന തിലകൻ 6-ാം വയസ്സിലെ അഭിനയത്തിന്റെ പ്രതിഭ കാട്ടിയ അപൂർവ വ്യക്തിത്വമാണ്. 1979 KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 3 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര അഭിനയത്തിലൂടെ ജീവിതഗന്ധിയായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. മലയാളത്തിൽ 300-ലേറെ സിനിമകളിൽ വേഷമിട്ടു. 2012 സെപ്റ്റംബർ 24 അദ്ദേഹം അന്തരിച്ചു. മരിക്കുമ്പോൾ 76 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേതാവായ അദ്ദേഹത്തിന്റെ സജീവകാലം 1979 മുതൽ 2012 വരെയായിരുന്നു. സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ പഞ്ചായത്തിലെ പ്ലാങ്കമണിൽ പാലപ്പുറത്ത് DS കേശവന്റെയും ദേവയാനിയുടെയും മകനായി 1935 ഡിസംബർ 8 സുരേന്ദ്രനാഥ തിലകൻ ജനിച്ചു. ആശാൻ പള്ളിക്കൂടം മണിക്കൽ, സെന്റ് ലൂയിസ് കാത്തോലിക് സ്കൂൾ, 4-ാം വയൽ, കോട്ടയം MD സെമിനാരി സ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. 1955 അഭിനയ ജീവിതം തുടരുന്നതിനായി കോളേജ് വിട്ടു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു. കോളേജ് വിട്ട ശേഷം മുണ്ടക്കയം നാടക സമിതിക്ക് രൂപം കൊടുത്തു. 1966 വരെ KPSCയുടെ ഭാഗമായിരുന്നു അദ്ദേഹം. പിന്നീട് കൊല്ലം കാളിദാസ കേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടക സംഘങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. തുടർന്ന് PG ആന്റണി രൂപം കൊടുത്ത നാടക സമിതിയിലും പ്രവർത്തിച്ചു. PG ആന്റണിയുടെ മരണശേഷം ആ നാടക ട്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചു. ഇതിനിടെ റേഡിയോ നാടകങ്ങൾക്കും തിലകൻ ശബ്ദം നൽകി. PG ആന്റണിയുടെ ഏക സംവിധാന സംരംഭമായിരുന്ന 1973 പെരിയാർ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചതെങ്കിലും 1972 ഗന്ധർവക്ഷേത്രം എന്ന സിനിമയാണ് ആദ്യം പുറത്തിറങ്ങിയത്. 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള റോളായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തിന്. പിന്നീട് 1979 മുതലാണ് സിനിമയിൽ സജീവമായത്. 1982 KG ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച 2ാമത്തെ നടനുള്ള അവാർഡ് തിലകൻ കരസ്ഥമാക്കി. തുടർന്ന് ഏറെ അവാർഡുകൾ തിലകനെ തേടിയെത്തി. 1990 പെരുന്തച്ചൻ, 1994 സന്താനഗോപാലം, ഗമനം എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾ ആ വർഷങ്ങളിലെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് തിലകനെ അർഹനാക്കി. 2007 ഏകാന്തം എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര ജൂറിയുടെ പ്രത്യേക പുരസ്കാരം നേടി. 2009 രാജ്യം പത്മശ്രീ നൽകി തിലകനെ ആദരിച്ചു. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 2 തവണയാണ് തിലകന് ലഭിക്കാതെ പോയത്. 1986 ഇരകൾ, 1990 പെരുന്തച്ചൻ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ഈ അവാർഡ് പരിഗണിക്കപ്പെട്ടിരുന്നത്. മലയാളത്തിൽ 300-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട തിലകനെ 1981 റിലീസായ കോലങ്ങളിലെ കള്ളുവർക്കി എന്ന കഥാപാത്രമാണ് കാമ്പുള്ള വേഷങ്ങളിലേക്ക് നയിച്ചത്. യവനിക, ഗമനം, കാട്ടുകുതിര, ജാതകം, ഋതുഭേദം, പെരുന്തച്ചൻ, തനിയാവർത്തനം, സന്താനഗോപാലം, 3-ാം പക്കം, സ്ഫടികം, കിലുക്കം, കിരീടം എന്നിവ തിലകന്റെ അഭിനയ പ്രതിഭ തെളിയിച്ച ചിത്രങ്ങളാണ്. 2010 താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട് ഏറെ നാൾ സംഘടനയിൽ നിന്ന് പുറത്തായിരുന്നു. ഇതിനെ തുടർന്ന് ചലച്ചിത്ര സംഘടനകൾ വിലക്കേർപ്പെടുത്തിയെങ്കിലും മഹാനടനെ അനുകൂലിച്ച് സാംസ്കാരിക നായകർ രംഗത്തെത്തി. ഈ വിഷയത്തിൽ ഏറെ ജനപിന്തുണയും ലഭ്യമായിരുന്ന തിലകൻ പിന്നീട് മിനി സ്ക്രീനിൽ സജീവമായെങ്കിലും മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് വീണ്ടും അവസരങ്ങൾ തിലകനെ തേടിയെത്തി. ഒടുവിൽ വിവാദങ്ങൾ ഒഴിഞ്ഞ 2011 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പിയിൽ ശക്തമായ വേഷം ചെയ്തു. 2012 അൻവർ റഷീദ് സംവിധാനം നിർവഹിച്ച ഉസ്താദ് ഹോട്ടലിലെ മികച്ച വേഷമാണ് തിലകനെ കാത്തിരുന്നത്. സ്വകാര്യ ജീവിതത്തിൽ 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യ ശാന്ത, മക്കൾ ഷമ്മി തിലകൻ, ശോഭി തിലകൻ, ഷാജി തിലകൻ. 2ാമത്തെ ഭാര്യ സരോജം, മക്കൾ ഷിബു തിലകൻ, സോണിയ തിലകൻ, സോഫിയ അജിത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് 77ാമത്തെ വയസ്സിൽ 2012 സെപ്റ്റംബർ 24 പുലർച്ചെ 3 മണിക്ക് അദ്ദേഹം അന്തരിച്ചു. സംസ്ഥാന പുരസ്കാരം മികച്ച നടൻ 1990 പെരുന്തച്ചൻ, 1994 ഗമനം, സന്താനഗോപാലം എന്നീ ചിത്രങ്ങൾക്ക് നേടി. മികച്ച സഹനടനായും 2ാമത്തെ നടനായും 1982 യവനിക, 1985 യാത്ര, 1986 പഞ്ചാഗ്നി, 1987 തനിയാവർത്തനം, 1988 മുക്തി, ധ്വനി, 1988 കാറ്റത്തൊരു പെൺപൂവ് എന്നീ ചിത്രങ്ങൾക്കും നേടി. 1989 നിരവധി ചിത്രങ്ങളിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പുരസ്കാരവും നേടി.
1990 പെരുന്തച്ചൻ എന്ന ചിത്രത്തിൽ ഫിലിം ഫെയർ പുരസ്കാരം നേടി. 2005 ആജീവനാന്ത പരിശ്രമങ്ങൾക്കും അവാർഡ് നേടി. മറ്റ് പുരസ്കാരങ്ങൾ: 2002 ബഹദൂർ പുരസ്കാരം, കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ നൽകുന്ന 2005 ചലച്ചിത്രരത്ന പുരസ്കാരവും നേടി. എന്തു ആരോടും ധൈര്യമായി മുഖത്തു നോക്കി വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്ന, പുറമെ പരുക്കൻ സ്വഭാവം കാണിച്ചിരുന്ന, എന്നാൽ ഉള്ളിൽ ശുദ്ധനായ മനുഷ്യനായിരുന്നു അദ്ദേഹമെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയാറുണ്ടായിരുന്നു.